ഇപ്പം ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും യഥാർത്ഥ ഷീല അബ്രഹാമിനെ അറിയില്ല. പക്ഷെ നോക്കുമ്പോൾ അമ്മയാണ്, ഭാര്യയാണ്, ഇപ്പം മോള് ബോംബെയിൽ പഠിക്കുന്നു, അപ്പോൾ പ്രൊഡ്യൂസറാണ്, അഭിനേത്രിയാണ്. എങ്ങനെയാണ് ഈ റോളെല്ലാം ബാലൻസ് ചെയ്തു പോകുന്നത്? അതെന്താന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ജീവിതം എന്ന് പറയുന്നത് എന്താന്ന് പറയുക, ഇതൊക്കെ എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണല്ലോ. ലൈഫിൽ ഒരു സ്ത്രീ ആയി ജനിക്കുമ്പോൾ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവളുടെ ലൈഫിൽ എന്താ പറയുക കണ്ടീഷനിങ് ഉണ്ടല്ലോ. സൊസൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. കല്യാണം, കുട്ടികൾ, ഹസ്ബൻഡ്. ഈ കാലത്ത് അങ്ങനെ ഉണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നു? ഈ കാലത്ത് കുറച്ചുകൂടെ പെൺകുട്ടികൾ മാറി. അപ്പം ഞാനൊക്കെ ഉള്ള സമയത്തെന്ന് പറഞ്ഞാൽ പ്രോപ്പർലി കണ്ടീഷനിങ് ആണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു, പിന്നെ സിനിമയിൽ വന്നു, ഭർത്താവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പം ഇതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെ കാണുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. എല്ലാം ജീവിതത്തിൻ്റെ പാട്ട്, നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഓരോ സാധനങ്ങളും ഓരോ ആൾക്കാർ സഹിതം വിധിക്കപ്പെട്ടതാണ്. ഇപ്പം ഓരോ സിനിമയ്ക്കൊരു വിധിയുണ്ട്, നമ്മളുടെ ലൈഫിനൊരു വിധിയുണ്ട്. അപ്പോൾ എല്ലാം എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വരണോ അതെല്ലാം വന്നിരിക്കും. അത് വന്ന് നമ്മുടെ തലയിൽ കൂടെ കയറി ഇറങ്ങി, ചിലത് നമ്മളെ ചവിട്ടി മെതിച്ചിട്ട് പോവും, ചിലത് നമ്മളെ ഒന്ന് തളിർപ്പിച്ചിട്ട് പോവും, ചിലർ ആ തളിർപ്പ് ഒടിച്ച് കളഞ്ഞിട്ട് പോവും, ചിലപ്പോൾ അതൊരു കുഞ്ഞു മരമായിട്ട് വളരും, അപ്പോൾ അത് വെട്ടിക്കളയും. അങ്ങനെയൊക്കെ അങ്ങ് പോകും ലൈഫ്. എനിക്ക് തോന്നുന്നു ചേച്ചി നേഴ്സായിരുന്നല്ലോ. അപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലതും ഏറ്റവും മോശമായ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ഇതാണ്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്, മരണം എന്നുള്ളത് നമുക്ക് ഏറ്റവും വിഷമം തരുന്നത്, പിന്നെ അനുഭവിക്കുന്ന അസുഖങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ആ ഒരു ജീവിതം എനിക്ക് തോന്നുന്നു ഷീല എബ്രഹാം എന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം കരുത്ത് പകർന്നിട്ടുണ്ട്? അയ്യോ, ഭയങ്കരമായിട്ട്. പക്ഷെ ഞാൻ അതിനോടൊപ്പം തന്നെ ഒരുപാട് സെൻസിറ്റീവ് ആയി പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ചോര കണ്ടാൽ വരും കാർന്ന പേടിക്കണ ഒരു ഭയങ്കര സെൻസിറ്റീവ് ആളായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇഷ്ടമില്ലാത്തൊരു തൊഴിലിലേക്ക് പോകുന്നത്. സിനിമയിൽ ആ ഒരു കാലഘട്ടത്തിൽ നഴ്സിംഗ് എന്നുള്ളത് ഒരു വരുമാന മാർഗം അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം വരുമാനം എന്നതിലും ഉപരി ഒരു പെൺകുട്ടികൾക്ക് ഒരു സെക്യൂർ ആയിട്ട് ഒരു ജോലി, പിന്നെ ഒരു നല്ലൊരു കല്യാണം ഒക്കെ നടക്കാം. നമ്മൾ കേട്ടിട്ടില്ലേ, നേഴ്സിനെ കെട്ടിയാൽ ദുബായിക്ക് പോവാം, നേഴ്സിനെ കെട്ടിയാൽ UK പോവാം എന്നൊക്കെ വിചാരിക്കുന്ന ആൺകുട്ടികളുള്ള ഫാമിലീസ് ഉള്ള ഒരു കാലഘട്ടമാണ് ഞാൻ പഠിക്കുമ്പോൾ. അപ്പം എൻ്റെ വീട്ടിൽ ആൻറ്റിമാരൊക്കെ നേഴ്സുമാരാണ്. അപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ അപ്പനും അമ്മയും അതിലേക്ക് തന്നെ, കാരണം ഞാൻ അത്ര, എൻ്റെ ബ്രദർ നന്നായി പഠിക്കുമായിരുന്നു, പുള്ളിക്ക് നല്ല മാർക്കൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളി പ്രൊഫസറായി, ഞാൻ പഠിക്കുകയല്ലായിരുന്നു. അപ്പം BSc നേഴ്സാണ്, 4 വർഷം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, അത് കഴിഞ്ഞാൽ പഠിച്ചത്. നേഴ്സിംഗ് പോയി കഴിഞ്ഞപ്പോഴേ പഠിക്കാൻ തുടങ്ങി. നേഴ്സിംഗ് ജയിക്കണമല്ലോ, ഫസ്റ്റ് ക്ലാസ് കിട്ടി. ടീച്ചറിന്റെ മോളുമാണ്. അതെ. പക്ഷെ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെയുള്ള മേഖലയിലൊക്കെ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, എൻ്റെ ഇടയ്ക്ക് അന്ന് എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ എനിക്കിങ്ങനെ അഭിനയിക്കാൻ? പറഞ്ഞായിരുന്നു അന്ന് മനോരമയിൽ നിന്ന് ഇതൊക്കെ വന്നപ്പോഴേ പറഞ്ഞു. പക്ഷെ എൻ്റെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മുന്നേ നിന്ന് അങ്ങനെ സംസാരിക്കാനൊന്നും ഉള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. പുള്ളി കണ്ണുരുട്ടിയാൽ തന്നെ ഞാൻ ഓടും, അതുപോലത്തെ ഒരു ആളായിരുന്നു. അപ്പം പിന്നെ കല്യാണം കഴിച്ചപ്പോഴാണ് ഹസ്ബൻഡാണ് എനിക്ക് ഫ്രീഡം തന്നതും, അഭിനയിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അതിലേക്ക് എന്നോട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തതും ഒക്കെ അദ്ദേഹമാണ്. അപ്പോൾ അത് ജനങ്ങൾ അതിനെ സ്വീകരിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ കിടക്കട്ടെ. ഞാൻ ഹാപ്പിയാണ്. ഇത്രയും സിനിമകൾ ചെയ്തു, ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നു. ഷീല എബ്രഹാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങൾ ഒരുപാടുണ്ട്. സിനിമാക്കാരല്ലേ, സിനിമയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെ, ഈ കല്ലെറിയുന്നവരെ മാറ്റി നിർത്തിയാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കൂടിയും ആ പ്രൊഫഷനിലാണ് ചേച്ചി നിന്നത്, ജോലി ചെയ്തത്. ആ സമയത്തിൻ്റെ, കാരണം സിനിമയുടെ ഒരു മായിക ലോകത്തിനപ്പുറത്തേക്കും ജീവിതം കണ്ട ആളാണ്. അല്ല, ആക്ച്വലി എനിക്ക് നേഴ്സിംഗ് ആയിരുന്നു എത്രയോ നല്ലത്. അത് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ എന്താ പറയുക, പ്യുവർ ഹാർട്ടഡ് ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനം ഉണ്ടല്ലോ, അതിനെ അവർ 100% അവർ സ്വീകരിച്ചിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ സിനിമയിൽ അങ്ങനല്ല. സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ പരിഹാസമായിട്ട് കണ്ടുകൊണ്ട് നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ നമ്മളെ കല്ലെറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ജോലിക്ക് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പരിഹാസവും അല്ലെങ്കിൽ കുറേ പേരുടെ ചീത്തവിളി, നമ്മളെ അറിയുപോലും ഇല്ലാത്തവരിരുന്നിട്ട് നമ്മളെ പറ്റിയിട്ട് പരിഹസിക്കുന്നതാണ് നമ്മൾ സിനിമയിൽ കിട്ടുന്നത്. പക്ഷേ നഴ്സിംഗിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു രോഗീനെ പരിചരിച്ച് കഴിയുമ്പോൾ ആ രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ കണ്ണിൽ വരുന്നൊരു തിളക്കമുണ്ട് നമ്മളെ നോക്കിയിട്ട്. അത് മതി നമുക്ക് ലൈഫിന്. അതിക്കുള്ളൊരു ചാരിതാർത്ഥ്യം എന്താ വേണ്ട ലൈഫിൽ? ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ അറിയുപോലും ഇല്ലാത്തവർ എവിടെയോ ഇരുന്ന് തെറി വിളിക്കുന്ന കേൾക്കുന്നതാണോ നല്ലത്? അതോ നമ്മൾ, അതാണ് പറഞ്ഞത്, വ്യത്യാസമുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നേഴ്സുമാരൊക്കെ പുണ്യം ചെയ്തവരാണ്. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ.